ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തംബ്നെയിൽ കണ്ട പോലെ തന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് 3 കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തു വെക്കണം. ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്റ്റർ ഐഡി ആൻഡ് യുവർ പാസ്വേഡ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് ആയിട്ട് തന്നെ ഫോൺ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഫോണിൽ ചെക്ക് ചെയ്യാം എന്നുള്ളത് ജസ്റ്റ് ഞാൻ ലൈവ് ആയിട്ട് കാണിച്ചു തരാം. എല്ലാവരും ഇന്ന് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്താണോ അത് നിങ്ങൾ കമന്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തുക. ഇതിനായിട്ട് LBS എന്ന് ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ LBSന്റെ സൈറ്റിലെത്തും. നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസ് എന്ന് പറയുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾക്ക് ഒരു 3 ഡോട്ട് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ഓപ്ഷൻ, പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാനും ലോഗിൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് കാണും. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടാവും. ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ രജിസ്റ്റർ ID, പാസ്വേഡ് അടിക്കാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും കാണുന്നത്. ഇതാണ് നിങ്ങളുടെ പ്രൊഫൈൽ പേജ്. ഇതിനകത്ത് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസും എല്ലാം ഇതിനകത്ത് കാണാൻ പറ്റും. ആക്സെപ്റ്റഡ് ഡാറ്റൻ്റെ അവിടെ നോട്ട് പബ്ലിഷ്ഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. കാരണം വെരിഫിക്കേഷൻ അവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ അവർ വെരിഫൈ ചെയ്തതിന് ശേഷം വെരിഫിക്കേഷൻ സ്റ്റാറ്റസിൻ്റെ അവിടെയാണ് അപ്ഡേഷൻ വരിക. എല്ലാം ക്ലിയർ ആണെങ്കിൽ നിങ്ങളുടെ പ്രൊവിഷണലി ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സ് കൊടുത്തതും എല്ലാം നിങ്ങൾക്ക് അവിടെ കാണിക്കാൻ പറ്റുന്നുണ്ടാവും. റിസർവേഷൻ സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് അറിയാം, നമുക്ക് LBSൽ ഒരുപാട് റിസർവേഷൻ സീറ്റുകളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് NCLും അതേപോലെ ബാക്കി കമ്മ്യൂണിറ്റി, ഇപ്പോൾ EWSനാണെങ്കിൽ EWS അതേപോലെയുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്സ് എല്ലാം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടത്. എല്ലാവരും ഇതേപോലെ തന്നെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പോലെ ആയിരിക്കില്ല പലരുടെയും. എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് കറക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കറക്ഷൻ സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് നോക്കുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോ, അടുത്ത വീഡിയോ നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ്. എങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാം എന്നുള്ളത്. അപ്പോൾ സ്റ്റേ ട്യൂൺ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം.